പ്രിയമുള്ളവരെ, ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരു തീർത്ഥാടക സംഘം ഒരു മലനിരകളിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടെ ജ്ഞാനിയായ ഒരാചാര്യൻ താമസിക്കുന്നുണ്ട് എന്ന് അവർ കേട്ടിട്ടുണ്ട്. അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവസാനം ഒരു ഓലമേഞ്ഞ വീട്ടിനുള്ളിൽ അവർ ആചാര്യനെ കണ്ടെത്തി. പഴയ ഒരു കട്ടിലും ജീർണിച്ച് ദ്രവിച്ച ഒരു കസേരയും മേശയും ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരടുപ്പും മാത്രമാണ് അവിടെയുള്ളത്. തീർത്ഥാടക സംഘം ചോദിച്ചു, അങ്ങയുടെ വീട്ടു സാധനങ്ങളെല്ലാം എവിടെയാണ്? ആചാര്യൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ വീട്ടു സാധനങ്ങൾ എവിടെയാണ്? തീർത്ഥാടകർ പറഞ്ഞു, ഞങ്ങൾ യാത്രക്കാരാണ്, അതുകൊണ്ട് ഒന്നും കൈവശം കരുതിയിട്ടില്ല. ആചാര്യൻ പറഞ്ഞു, ഞാനും ഒരു യാത്രക്കാരനാണ്. മനസ്സിലാക്കേണ്ടത്, എന്തും എക്കാലവും നമ്മുടെ സ്വന്തമല്ല. നമുക്കുള്ളത് ആരോ നമുക്ക് തന്നു. കുറച്ചു കാലം കൈവശം വെച്ച ശേഷം നാം മറ്റാർക്കോ കൈമാറുന്നു. നമുക്ക് അവകാശപ്പെട്ടത് ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടേക്കാം. അത്യാവശ്യമുള്ളത് നിയതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. ആവശ്യമുള്ളത് അല്പം മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായത് നാം ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ജീവിക്കുന്നവനാണ് അമിതഭാരമില്ലാതെ ജീവിക്കുന്നവൻ. ശുഭം.